ഹായ് ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിലേക്കൊന്ന് നോക്കിയാലോ. പിക്ചറിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ഫാമിലി ഉണ്ട്, കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അല്ലേ. ഒരു മരത്തിൽ അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും ഉണ്ട്, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു പ്ലസൻറ്റ് പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്താ? ഇവരുടെയൊക്കെ സ്നേഹമല്ലേ. കണ്ടോ, ഫാമിലി എന്ത് സന്തോഷത്തോടെയായിരിക്കുന്നത്. അവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷമാണ്. അവരുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് അവരുടെ മുഖത്തൊക്കെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്ലേ ഗ്രൗണ്ടിൽ നോക്കിക്കേ, കുട്ടികൾ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ് അല്ലേ. അവരുടെ ഉള്ളിലും സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ ആർത്തുല്ലസിച്ച് കളിക്കാൻ സാധിക്കുന്നത് അല്ലേ. അതുപോലെ മരത്തിൻ്റെ മുകളിൽ നോക്കിക്കേ, അമ്മക്കിളി കുഞ്ഞിക്കിളികളോട് സംസാരിക്കുക. അവരും എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അല്ലേ. പക്ഷികളെ ചേർപ്പ് ചെയ്യുകയാണ് അല്ലേ. ചേർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ഷികളെ ചിലക്കുകയാണ്. അവരുടെ ചിറകൊക്കെ അടിക്കുന്നത് ഇങ്ങനെ പിക്ചറിൽ കാണുന്നില്ലേ. ചിറകിട്ട് അടിച്ച് അവരെന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മക്കിളിക്കും കുഞ്ഞിക്കിളികളോട് സ്നേഹമുണ്ട്, കുഞ്ഞിക്കിളികൾക്ക് അമ്മക്കിളിയോട് സ്നേഹമുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പിക്ചറാണിതല്ലേ. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്നേഹമുള്ള ഒരു അന്തരീക്ഷം അല്ലേ. ഇനി അതിൻ്റെ ഇടയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഇതാരാ പറഞ്ഞേ? റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ വലിയൊരു പോയറ്റാണ്. അദ്ദേഹമാണ് ഈ കോട്ട് എഴുതിയിരിക്കുന്നത്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. അപ്പോൾ ഭൂമിയാണ് ദ കറക്റ്റ് പ്ലേസ് ഫോർ ലവ്. സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്നത്, നല്ല സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പിക്ചറിലേക്ക് നോക്കാം. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള പിക്ചർ തന്നിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറിൽ അമ്മയും മകനും നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിലോ ഇച്ചിരി ദേഷ്യവും സങ്കടവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടല്ലേ അവിടെ. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ മകനെ ഇങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. മകനും അമ്മേനെ സ്നേഹത്തോടെ നോക്കുന്നു അല്ലേ. അപ്പോൾ അവന് സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. സ്കൂളിൽ പോകുന്ന ഒരു ലക്ഷണമാണ് അവിടെ. അപ്പോൾ അമ്മ സ്നേഹത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിലോ അവന് സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമല്ല. അമ്മയും ആകെ പെട്ട അവസ്ഥയിലാണ്. അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്, അവൻ കരയുന്നു, അവനും ദേഷ്യപ്പെടുന്നു, അവന് സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമല്ല. ആ ഒരു പിക്ചറാണ് രണ്ടാമത്തത്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ആദ്യത്തെ ബോയ് ചെയ്യുന്നത്? He is looking at his mother's face and he is smiling എന്ന് എഴുതാം അല്ലേ. He is looking at his mother's face. അമ്മയുടെ മുഖത്ത് നോക്കി അവനിങ്ങനെ പുഞ്ചിരിക്കുകയാണ്. Is he happy? Yes, he is happy അല്ലേ. What is the reason? Because he loves to go to school. He loves to go to school അല്ലേ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. He is happy because he loves to go to school. What about the second boy? സെക്കൻഡ് ബോയിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹി ഡസൻറ്റ് ലൈക്ക് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്? ഹിസ് മദർ ഈസ് സ്കോൾഡിങ് ഹിം അല്ലേ. അങ്ങനെ എഴുതാം, വഴക്ക് പറയുകയാണെന്നുള്ള രീതിയിൽ എഴുതാം. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഹിസ് മദർ ഈസ് സ്കോൾഡിങ്. നമ്മളിപ്പം 2 പിക്ചറും ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന പിക്ചർ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ ഓർമ്മ വന്നില്ലേ? ആദ്യത്തെ ദിവസം LKGയിലേക്ക് പോയപ്പോഴോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലേക്ക് പോയപ്പോഴോ ഒക്കെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? അതോ ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണോ പോയത്? ആ ദിവസം ഓർത്തെടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേരാണ് ദ കിസ്സിങ് ഹാൻഡ്. In this story, a little raccoon named Chester is hesitant about going to school. Now let's see what happens to him. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ ഒരു കുഞ്ഞ് റക്കൂണിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ. ആ റക്കൂണിൻ്റെ പേരെന്താ? ചെസ്റ്റർ എന്നാണ് റക്കൂണിൻ്റെ പേര്. റക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താ? റക്കൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊന്നും കാണാൻ കിട്ടുകയില്ല. സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ഉള്ള ഒരു ആനിമലാണ് ഈ റക്കൂൺ. അമേരിക്കൻ കരടി എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ റക്കൂണിൻ്റെ പേരെന്താണ്?
ചെസ്റ്റർ. ചെസ്റ്റർ ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി. ഹെസിറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മടി. സ്കൂളിൽ പോകാൻ മടി. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഇനി നമുക്ക് നോക്കാം എന്താണ് അവന് സംഭവിക്കാൻ പോകുന്നത് എന്ന്. വായിക്കാം. ചെസ്റ്റർ റെക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അപ്പോൾ ചെസ്റ്റർ റെക്കൂണില്ലേ, ഫോറസ്റ്റിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ അരിക്, എഡ്ജ് ഓഫ് ദ ഡെസ്ക്, എഡ്ജ് ഓഫ് ദ ടേബിൾ എന്നൊക്കെ പറയില്ലേ, അരികിൽ, എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു അരികിൽ നിന്നിട്ട് കരയുവാണ്. എന്താ പറഞ്ഞേ? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. അപ്പോൾ ചെസ്റ്റർ റെക്കൂൺ പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകണ്ട. അവൻ്റെ അമ്മയോട് പറയാണ് അല്ലേ, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എന്താ പറഞ്ഞേ? എനിക്ക് നിൻ്റെ കൂടെ വീട്ടിൽ നിന്നാൽ മതി, എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. അങ്ങനെയൊക്കെയല്ലേ സാധാരണ LKG ഫസ്റ്റ് ടൈം ചേർക്കാൻ പോകുമ്പം കരഞ്ഞ് പറയാം, എനിക്ക് അമ്മേൻ്റെ കൂടെ വീട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞല്ലേ കരയാം. അതുപോലെ തന്നെ ഈ ചെസ്റ്ററും കരഞ്ഞു പറയാണ്, എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ വീടിനടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ചെസ്റ്ററിന്. അപ്പോൾ പറയാണ്, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം, ടോയ്സൊക്കെ എടുത്തിട്ട് കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, എനിക്ക് എൻ്റെ ബുക്കൊക്കെ വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്, എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ആടണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 സ്വിങ് വന്നല്ലേ. ഐ വാണ്ട് ടു സ്വിങ്, ആദ്യത്തെ സ്വിങ് എന്താ? വെർബാണ്, ക്രിയയാണ്, അതായത് ആടണം എന്നുള്ള, ആടുക എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ. ഓൺ മൈ സ്വിങ്, അവിടുത്തെ ഈ രണ്ടാമത്തെ സ്വിങ് ഊഞ്ഞാൽ എന്നുള്ള അർത്ഥം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. എന്നിട്ട് കെഞ്ചി ചോദിക്കുകയാണ് ചെസ്റ്റർ അമ്മേനോട്, പ്ലീസ് അമ്മ, ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിസ് റെക്കൂൺ took Chester by the hand and nuzzled his ear. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മിസ് റെക്കൂൺ എന്താ ചെയ്തേ? മിസ് റെക്കൂൺ took Chester by the hand and nuzzled his ear. അപ്പോൾ ചെസ്റ്ററിനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നസൽഡ് ഹിസ് ഇയർ. നസൽഡ് ഹിസ് ഇയർ എന്ന് പറഞ്ഞാൽ മൂക്കും കൊണ്ട് ഇങ്ങനെ ഉരുമ, ചെവിയുടെ ആ ഭാഗത്തായിട്ട് മൂക്കും കൊണ്ട് ഇങ്ങനെ ഉരുമി. പൂച്ചക്കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ടല്ലേ, അമ്മ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉരുമൂല്ലേ, അതുപോലെ നസൽഡ് ഹിസ് ഇയർ, സ്നേഹത്തോടെ ഇങ്ങനെ ഉരുമി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ചെസ്റ്റർ പറഞ്ഞത്? ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നാ പറഞ്ഞത് അല്ലേ. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്, ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നാണ് ചെസ്റ്റർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അമ്മ എന്തു പറഞ്ഞു? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. അപ്പോൾ അമ്മ പറയാണ്, ചെസ്റ്ററെ മോനെ, ഇടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. നമ്മൾ ചെയ്യേണ്ട, വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. അവളിങ്ങനെ പതുക്കെ പറഞ്ഞു കൊടുക്കുവാണ് മകനോട്. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം നമുക്കത് സ്ട്രേഞ്ച് ആയിട്ടും സ്കേറി ആയിട്ടും തോന്നിയേക്കാം. എന്നാൽ കൂടിയും നമ്മളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഉത്തരവാദിത്വപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് സ്ട്രേഞ്ച് ആണെങ്കിലും സ്കേറി ആണെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയമില്ലാത്തത് അല്ലേ. സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത. ആൻഡ് സ്കേറി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭയാനകമായ, പേടി ഉളവാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല ചെയ്യാൻ. ചിലപ്പോൾ അത് പേടിയുണ്ടാവും ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് നമ്മളതൊക്കെ ചെയ്യണം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. എന്നിട്ട് അമ്മ പറയാണ്, നീ ഒരിക്കൽ സ്കൂൾ ഇഷ്ടപ്പെടും.
വൺസ് യു സ്റ്റാർട്ട്, ഒന്ന് പോയി തുടങ്ങിയാൽ മതി, നീ എന്തായാലും സ്കൂൾ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ അമ്മ പറയാണ്, നിനക്കവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പിന്നെ പുതിയ ടോയ്സിൻ്റെ കൂടെ കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. ഇവിടെ ഇരിക്കുന്ന ബുക്കൊക്കെ ഓൾഡ് ആയില്ലേ, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. നിനക്കവിടെ പുതിയ ബുക്ക് വായിക്കാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ പലതരത്തിലുള്ള സ്വിങ്സ് ഉണ്ട് സ്കൂളിൽ. അപ്പോൾ യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അവിടെ ഊഞ്ഞാലാടാം, പുതിയ ഊഞ്ഞാലിൽ നിനക്ക് ആടാം. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. അപ്പോൾ അമ്മ പറയാണ്, എൻ്റെ ഒരു വണ്ടർഫുൾ സീക്രട്ട് ഉണ്ട്. അത് സ്കൂള്, യുവർ നൈറ്റ്സ് അറ്റ് സ്കൂളിലെ രാത്രികൾ സീം ആസ് വാം ആൻഡ് കോസി എന്ന് പറഞ്ഞാൽ കംഫർട്ട്. അപ്പോൾ ആ നൈറ്റൊക്കെ സ്കൂളിൽ ഉണ്ടാവുന്ന നൈറ്റ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഒക്കെ എന്താ, ഒരു കംഫർട്ട് സോണിൽ നിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട്, ഒരു വണ്ടർഫുൾ സീക്രട്ട് എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ വണ്ടർഫുൾ സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ചെസ്റ്റർ വേഗം തന്നെ കണ്ണീരെല്ലാം തുടച്ചു മാറ്റിയിട്ട് താല്പര്യത്തോടു കൂടി ഇങ്ങനെ അമ്മേനെ നോക്കുകയാണ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ്, രഹസ്യമോ? എന്ത് രഹസ്യമാണ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യം അമ്മ എന്ന് ചോദിക്കുകയാണ്. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കോൺ. പറയാണ്, ഇത് വളരെ പഴയ ഒരു സീക്രട്ടാണ് എന്ന് അമ്മ പറയുകയാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. അപ്പോൾ പറയണേ, ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് ഈ സീക്രട്ട് പഠിച്ചത്, എൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്നാണ് ഈ സീക്രട്ട് പഠിച്ചത് എന്ന് പറയണം. അപ്പോൾ അത്രയും ഓൾഡായിട്ടുള്ളൊരു സീക്രട്ടാണ്, അത്രയും പഴകിയ ഒരു സീക്രട്ടാണ് അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. എന്തായിരുന്നു ആ സീക്രട്ട്? ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ എന്ന് ചെസ്റ്റർ ഇങ്ങനെ ചോദിക്കുകയാണ്. വാട്ട്സ് ദാറ്റ്? I'll show you. ചെസ്റ്റർ ചോദിക്കുക, അതെന്താ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം മിസ് റക്കോൺ പറഞ്ഞു, ഞാനിപ്പം നിന്നെ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ ചെയ്തേ? മിസ് റക്കോൺ took Chester's left hand and spread his tiny fingers into a fan. അപ്പം മിസ് റക്കോൺ ചെസ്റ്ററുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്തു. അതായത് ഇങ്ങനെ കൈ ഇങ്ങനെ വിരലുകളെല്ലാം വിടർത്തി പിടിച്ചു, ഒരു ഫാൻ പോലെ അല്ലേ. ലീനിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടാഞ്ഞ്. ഇപ്പോൾ ബെഞ്ചിലൊക്കെ നിങ്ങൾ ഡെസ്കിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് കിടക്കില്ലേ, അപ്പോൾ ടീച്ചേഴ്സ് പറയില്ലേ, ഡോൺ ലീൻ ഫോർവേഡ്, സിറ്റ് സ്ട്രെയിറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ലീനിങ് ഫോർവേഡ്. അപ്പം മുന്നോട്ട് ആഞ്ഞ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അപ്പം കൈവെള്ളയിൽ അവൾ ഉമ്മ വെച്ചു അല്ലേ. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. കൈവെള്ളയിൽ പാമിൽ കൈവെള്ളയിൽ ഉമ്മ വെച്ചു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ മൃഗങ്ങളുടെയൊക്കെ രോമം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബെയർ അല്ലെങ്കിൽ ക്യാറ്റ്, ഇപ്പോൾ ഹസ്കി ഡോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഒരു സിൽക്കി ആയിട്ടുള്ള രോമമാണല്ലേ. ഇപ്പം ഇവൻ്റെ ചെസ്റ്ററിൻ്റെ മാസ്ക് ഇട്ടതുപോലെയാണ് അവൻ്റെ രോമം ഇരിക്കുന്നത്. അപ്പോൾ ആ രോമം ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പോൾ ടിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഇക്കിളിയാവുക. അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വാംത്താണ്, ഒരു ഊഷ്മളത, ഒരു നല്ലൊരു ഇളം ചൂട് പോലെ അല്ലേ. ഇളം ചൂടാണ് സ്നേഹം എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹം. ഇങ്ങനെ സിരകളിലേക്ക് ഒഴുകി പോകുന്നത് പോലെ അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് എത്തിയതുപോലെയൊക്കെ തോന്നുകയാണ് നമ്മുടെ ചെസ്റ്ററിന്. വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി അല്ലേ. മിസ്റ്റർ റക്കോൺ സ്മൈൽഡ്. കണ്ടില്ലേ പിക്ചറിൽ, ഭയങ്കര ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കുകയാണല്ലേ. അവൻ്റെ കൈ കണ്ടില്ലേ, കൈ ഇങ്ങനെ ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുകയാണ്. നല്ല ഹാപ്പി ഫേസാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അമ്മയുടെ ആ കിസ്. മിസ് റക്കോൺ സ്മൈൽഡ്. Now she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you.
അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? മിസ് റെക്കോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിനക്ക് ഇങ്ങനെ വെനവർ യു ഫീൽ ലോൺലി, ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പം, ഐ നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം. അപ്പോൾ ഒരു ഹോം സിക്നെസ് ഒക്കെ തോന്നുകയല്ലേ, വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹോം സിക്നെസ് ഉണ്ടാവും അല്ലേ. വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം, അമ്മയുടെ സ്നേഹം കിട്ടണം, അച്ഛൻ്റെ സ്നേഹം കിട്ടണം എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പം എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. അപ്പം പ്രസ് ഹാൻഡ് ഇങ്ങനെ കവിളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യണം, മമ്മി ലവ്സ് യു. അപ്പോൾ ഉമ്മ കൊടുത്തില്ലേ, ഉമ്മ കൊടുത്ത ആ കൈയെടുത്ത് കവിളിലേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് തിങ്ക് ചെയ്യണം, എന്താ ചിന്തിക്കണം? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, മമ്മി നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഉറക്കെ ചിന്തിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോൾ പറയാണ്, ആ കിസ്, ആ ഉമ്മ വിൽ ജംപ് ടു യുവർ ഫേസ്. അപ്പം ഞാൻ ഉമ്മ വെച്ചത് വേഗം തന്നെ നിൻ്റെ ഫേസിലേക്ക്, എൻ്റെ ഉമ്മയായിട്ട് നിൻ്റെ കവിളിലേക്ക് വരും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, നല്ല ചൂടുള്ള തോട്ട്സ് നിന്നിലേക്ക് നിറയ്ക്കും. അതായത് എന്നെക്കുറിച്ചുള്ള ചിന്തകൾ, വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ നിന്നിൽ നിറയ്ക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്നിട്ട് മെല്ലെ ചെസ്റ്ററുടെ ഹാൻഡ് ഇങ്ങനെ കെയർഫുള്ളി ആയിട്ട് എടുത്തിട്ട് അതിങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. അറൗണ്ട് ദ കിസ്, ഉമ്മ കൊടുത്തില്ലേ, അതിന് വീണ് പോവരുതല്ലോ. അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. എന്നിട്ട് നമ്മുടെ മിസ് റെക്കോൺ പറയാണ്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. എന്നിട്ട് കളിയോടെ ഇങ്ങനെ പറഞ്ഞു, കളിയാക്കി. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ടീസ്ഡ് ഹിം, കളിയാക്കി ഇങ്ങനെ പറഞ്ഞു, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. അപ്പം അത് ചാടിപ്പോവാതെ, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കേട്ടോ എൻ്റെ ഉമ്മ എന്ന് പറയുകയാണ്. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. എന്നിട്ട് അമ്മ പറയാണ്, കുഴപ്പമില്ല, നീ ഫുഡ് കഴിക്കാൻ നേരത്ത് എന്ത് ചെയ്യും? നീ വാഷ് ചെയ്യുമല്ലോ, കൈ വാഷ് ചെയ്യും, അപ്പോൾ ഇത് പോകുമൊന്നുമില്ല. പിന്നെയും ആ കിസ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്, ആ കിസ് അവിടെ തന്നെ ഉണ്ടാവും, കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് ഉണ്ടാവും, ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ എന്ന് പറയുകയാണ്. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ചെസ്റ്ററിന് നല്ല ഇഷ്ടമായി ആ കിസ്സിങ് ഹാൻഡ്. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. അപ്പോൾ അവന് മനസ്സിലായി, എവിടെയൊക്കെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഈവൻ ടു ദ സ്കൂളിൽ പോയാലും എവിടെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവനോടൊപ്പം തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ദറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അന്ന് രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രൈൻഡ്. അപ്പം മെല്ലെ അമ്മേൻ്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞു, എന്നിട്ട് മെല്ലെ മുറുമുറുത്തു. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ മുറുമുറുത്തു. ഗിവ് മി യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അമ്മയുടെ കൈ അങ്ങ് തന്നേ എന്ന് പറയാണ്. ഗിവ് മി യുവർ ഹാൻഡ് എന്ന് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അപ്പോൾ അമ്മ ചെയ്തതുപോലെ തന്നെ ചെസ്റ്ററുടെ അമ്മയുടെ കൈ എടുത്തിട്ട് അൺഫോൾഡ് ചെയ്തു, കൈ തുറന്ന് അവളുടെ കൈവിരലുകളും ഇങ്ങനെ ഫാൻ പോലെ നിവർത്തി വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. എന്നിട്ട് അവൻ മുന്നോട്ടാഞ്ഞ് ലീൻഡ് ഫോർവേഡ്, മുന്നോട്ട് വന്ന് അവളുടെ കൈയിൻ്റെ നടുവിൽ ഉമ്മ വെച്ചു, അമ്മയുടെ കൈയിൻ്റെ നടുവിൽ ഉമ്മ വെച്ചു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. എന്നിട്ട് ചെസ്റ്റർ പറയാണ്, നിനക്കും ഇപ്പം ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റൽ ഗുഡ് ബൈ. എന്നിട്ട് മെല്ലെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ. ചെസ്റ്റർ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നല്ല സന്തോഷത്തിലാണല്ലേ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്മേനോട് എന്താ പറഞ്ഞേ? ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പം ചെസ്റ്ററിന് മനസ്സിലായി അമ്മയും ചെസ്റ്ററിനെ മിസ് ചെയ്യും അല്ലേ, അമ്മയും ചെസ്റ്ററിനെ മിസ് ചെയ്യും. അപ്പം ഞാനും ഒരു ഉമ്മ കൊടുത്തേക്കാം, ഒരു കിസ്സിങ് ഹാൻഡ്, ആൻ ഓൾഡ് സീക്രട്ട് അല്ലേ, ആ ഓൾഡ് സീക്രട്ട് അമ്മയ്ക്കും കൊടുത്തേക്കാം എന്ന് കരുതി ചെസ്റ്ററും അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചു. ഇനി ഒരിക്കലും അമ്മയ്ക്ക് ചെസ്റ്ററിനെ മിസ് ചെയ്യില്ല,
കൈയൊക്കെ ഇങ്ങനെ കവിളിലേക്ക് ചേർത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം ചെസ്റ്ററുടെ ഉമ്മയും അമ്മയ്ക്ക് കിട്ടും. റക്കൂൺ ഇങ്ങനെ നോക്കി നിന്നപ്പം ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ്. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ടു റൺ വിത്ത് ക്വിക്ക്, നല്ല സ്പീഡിൽ ഓടുകയാണ്. അക്രോസ് എ ട്രീ ലിംബ്. ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ തടിക്കഷ്ണമൊക്കെ കടന്ന് ആൻഡ് എൻ്റർ ദ സ്കൂളിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടി നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല സന്തോഷത്തോടെ ചെസ്റ്റർ ഓടി പോവാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്. ഫസ്റ്റ് ഇയർ ആണല്ലേ. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അപ്പം ഫസ്റ്റ് ബെല്ലടി കേട്ടപ്പോൾ, ആ അക്കാഡമിക് ഇയറിലെ ആദ്യത്തെ സ്കൂൾ ബെല്ല് കേട്ടപ്പോൾ, ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അവൻ ചെസ്റ്റർ ഉമ്മ വെച്ച അവളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ചീക്കിലേക്ക് വെച്ചു, കവിളിലേക്ക് വെച്ചു, എന്നിട്ട് സ്മൈൽ ചെയ്തു. ദ വാംത്ത് ഓഫ് ചെസ്റ്റർസ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പം ചെസ്റ്ററുടെ നല്ല വാംത്തായിട്ടുള്ള ഉമ്മ കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അവളുടെ ഹൃദയം നിറച്ചു. എന്ത് വേർഡ്സ് കൊണ്ട്? ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ അതിങ്ങനെ പാട്ട് പാടുന്ന പോലെ, ഹൃദയം ഇങ്ങനെ പാട്ട് പാടുന്നത് പോലെ മിസ് റക്കൂണിന് തോന്നി ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു പാട്ട് പാടുന്നത് പോലെ തോന്നി. അപ്പോൾ പാഠം ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഓഥറിനെ പരിചയപ്പെടാം. ഓഥർ എന്ന് പറഞ്ഞാൽ ഈ ലെസൺ, ഈ സ്റ്റോറി എഴുതിയ ആൾ ഓഡ്രെ പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്ററാണ് ഓഡ്രെ പെൻ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിംഗ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റെക്കോർഡ്സ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അപ്പോൾ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു പിക്ചർ ബുക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. അപ്പോൾ ഇദ്ദേഹം കിസ്സിംഗ് ഹാൻഡിൽ റക്കൂൺസിന് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തുകൊണ്ട് സ്റ്റോറി എഴുതിയിരിക്കുകയാണ്. ഹ്യൂമൻ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് വർത്തമാനം പറയാൻ പറ്റും, അല്ലേ? ചിരിക്കാൻ പറ്റും, കരയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് റക്കൂൺസിന് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഥറിൻ്റെ പേരെന്താണ്? ഓഡ്രെ പെൻ.